വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഇതാ പ്രവാചകന്മാരെ, ജ്ഞാനികളെ, നിയമജ്ഞരെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. ചിലരെ നിങ്ങൾ നിങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും പട്ടണം തോറും പിന്തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നിരപരാധനായ ആബേലിന്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ വെച്ച് നിങ്ങൾ വധിച്ച ബറാക്കിയയുടെ പുത്രനായ സക്കറിയായുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെയും രക്തം നിങ്ങളുടെ മേൽ പതിക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം ഈ തലമുറയ്ക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. നിയമജ്ഞരുടെയും ഫരിസേയരുടെയും കാപട്യത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് ഈശോ. പ്രവാചകന്മാരെ വധിച്ച തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരല്ല അവരെന്ന് അവിടുന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. മിശിഹായെ പീഡിപ്പിക്കുന്നവരെന്ന നിലയിൽ അവർ തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ ദുഷ്ടന്മാരാണ്. അവർ ഈശോ അയക്കുന്ന അപ്പസ്തോലന്മാരെയും പീഡിപ്പിക്കും, വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ മേൽ ദൈവകോപം വിളിച്ചു വരുത്തുന്നു. നീതിമാന്മാരുടെ രക്തം ചിന്തതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കും. ചരിത്രത്തിൽ ആദ്യമായി വധിക്കപ്പെട്ട നീതിമാൻ ആബേലാണ്. കൊല്ലപ്പെട്ടതായ വിശുദ്ധ ലിഖിതങ്ങളിൽ കാണുന്ന അവസാനത്തെ നീതിമാൻ സക്കറിയായും. എന്തായാലും അവരുടെ പിതാക്കന്മാരോ അവരോ വഴി ഭൂമിയിൽ ചൊരിയപ്പെട്ടതും ചൊരിയപ്പെടുന്നതുമായ എല്ലാ നീതിമാന്മാരുടെയും രക്തം അവരുടെ മേൽ പതിക്കുമെന്ന് അവിടുന്ന് അവർക്കെതിരെ വിധി പ്രസ്താവിക്കുകയാണ്. കർത്താവിന്റെ കൽപ്പന ലംഘിച്ച് ജീവിച്ചവരെ കർത്താവ് ഉപേക്ഷിക്കുന്നതിൻ്റെയും വലിയ അനർത്ഥങ്ങൾ സംഭവിച്ചതിൻ്റെയും ചരിത്രം അവർക്ക് മുമ്പിലുണ്ട്. മിശിഹാ നിയമജ്ഞർക്കും ഫരിസേയർക്കും നൽകുന്ന മുന്നറിയിപ്പ് അവർ വകവെച്ചില്ല. എന്നും അവരാണ് ജനസമൂഹത്തിൽ വെച്ച് ഏറ്റവും നീതിമാന്മാരെന്നും ദൈവത്താൽ സംപ്രീതരെന്നുമുള്ള ധാരണയിൽ തന്നെ മുന്നോട്ട് പോകുകയാണ് ചെയ്തെന്നും ഉഗ്രമായ ദൈവകോപത്തിന് അവർ പാത്രീഭൂതരായതെന്നുമുള്ളത് ചരിത്ര വസ്തുതയാണല്ലോ. ദൈവത്തിന് ഏറ്റവും പ്രീതികരമായി ജീവിക്കുന്നതും അവിടുത്തെ മണവാട്ടികളായ നാം ആണല്ലോ. ദൈവകൽപ്പനയുടെ ഒരു ചെറിയ ലംഘനം പോലും അവിടുന്ന് വെറുതെ വിടില്ല. അവിടുത്തേക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത ഒന്നാണ് കപടനാട്യം. അതായത് ദൈവം നൽകിയതും സമൂഹം ആവശ്യപ്പെടുന്നതുമായ കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്ത് മുന്നോട്ട് പോകണം. അവ ദൈവത്തോടും സഹോദരങ്ങളോടും ഒരുപോലെ കടപ്പെട്ടവയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട വിധത്തിൽ ചെയ്യാതെ ഞാനാണ് ഏറ്റവും നീതിയോടെ പ്രവർത്തിക്കുന്നതെന്ന ധാരണ വെച്ച് പുലർത്തി മുന്നോട്ട് പോകരുത്. കപടനാട്യങ്ങളുടെ മേൽ ഉഗ്രകോപം ചൊരിയുന്നു. ദൈവത്തിന്റെ ക്രോധത്തിന് നാം ഒരു നാളും പെട്ടുപോകാതിരിക്കട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ, ചിന്തകൾ, വിചാരങ്ങൾ, ഭാവനകൾ, വികാരങ്ങൾ, പ്രവർത്തനങ്ങൾ എല്ലാം നമുക്ക് പരിശോധിച്ച് ദൈവഹിതത്തിന് വിധേയമാക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.